ഹായ് ഹലോ മൈ ഡിയേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് sp3 ഹൈബ്രിഡൈസേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിരുന്നു. ഇന്ന് നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾസ് നിന്ന് തുടങ്ങാം. sp2 ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ഇൻ്റർമിക്സ് ചെയ്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന കോമ്പൗണ്ടിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് BCl3. അപ്പോൾ നമുക്ക് BCl3യുടെ സ്ട്രക്ചർ ഒന്ന് ഹൈബ്രിഡൈസേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം അതിനുവേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബോറോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 5 അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. അപ്പോൾ BCl3 എന്ന് പറയുമ്പോൾ ബോറോണിന് 3 ക്ലോറിൻ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുണ്ട്. അതായത് നമുക്ക് 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആവശ്യമാണ്. പക്ഷേ ഇവിടെ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റലുള്ളത്? ഒരെണ്ണം മാത്രം അല്ലേ? 2p ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ബാക്കി എല്ലാ ഓർബിറ്റൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 2s ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ 2p ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യും, അതായത് ജമ്പ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതാണ് നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോറോൺ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് 1s2 2s1 2p2. ഇപ്പോൾ ഇവിടെ 3 ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽസ് നമുക്ക് കാണാം. ഇനി ഈ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ഹൈബ്രിഡൈസ് ചെയ്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലുകളും ഇൻ്റർമിക്സ് ചെയ്ത് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? 3 എണ്ണം അല്ലേ? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ്, ഏത് ജോമെട്രിയാണ് സ്വീകരിക്കുക? 3 എണ്ണം ആയതുകൊണ്ട് അവർ പരമാവധി റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലാനാർ ജോമെട്രിയാണ്. നമുക്കതൊന്ന് വരയ്ക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. കഴിഞ്ഞ sp3 ഹൈബ്രിഡൈസേഷൻ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ഹൈബ്രിഡൈസേഷൻസ് എങ്ങനെയാണ് നടക്കണതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഓരോ ഹൈബ്രിഡ് ഓർബിറ്റിലും നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇങ്ങനെ ഒരു ഷേപ്പ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ 4 എണ്ണം വരച്ചു അല്ലേ? അപ്പം അതേപോലെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ 3 എണ്ണം വരയ്ക്കണം. ഈ ജോമെട്രി വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ ചെറിയ ലോബ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് വരയ്ക്കുന്നു. ഇനി വേണമെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് മാത്രം. അതായത് ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണോ 3 എണ്ണോ 4 എണ്ണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓർബിറ്റലാണ്. നമ്മൾ പറഞ്ഞില്ലേ, എസിൻ്റെയും പിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും ഈ ഓർബിറ്റലിന്. അപ്പോൾ എസിൻ്റെ ഷേപ്പും അല്ല പിയുടെ ഷേപ്പും അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊണ്ട് നമ്മൾ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് BCl3യുടെ സ്ട്രക്ചറിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബോറോണിൻ്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കലാണ്. ഇതെങ്ങനെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും അല്ലേ? ഇനി 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെയൊക്കെയാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കണം നോക്കാം. ഈ ബോറോണിന് ഓവർലാപ്പ് ചെയ്യാനുള്ളത് ക്ലോറിൻ്റെ p ഓർബിറ്റലുമായിട്ടാണ് അല്ലേ? ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p5. അപ്പോൾ ഇതിലെ ഈ ലാസ്റ്റ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഈ 3p ഓർബിറ്റലുമായിട്ടാണ് ഈ ബോറോണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഓവർലാപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിനെയും ക്ലോറിൻ്റെ p ഓർബിറ്റലുമായിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓവർലാപ്പിംഗ് വരിക. അപ്പോൾ ഇങ്ങനെ ഓരോ sp2 ഓർബിറ്റലും ഓരോ ക്ലോറിൻ്റെ 3p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലാനാർ ആണ്. ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്കൊന്ന് നോക്കാം. BCl3യിലുള്ളത് sp2 ഹൈബ്രിഡൈസേഷനാണ്. ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചറാണ് വിത്ത് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സെൻറ്റൻസ് ആയിട്ട് എഴുതിയതാണ് ഇത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്യുക കേട്ടോ. The 3 hybrid orbitals formed overlap with p orbitals of chlorine to form 3 BCl sigma bonds. Here the hybridization is sp2. The shape of molecule is trigonal planar with bond angle 120 degree. sp2 hybridization ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം.
ഈത്തീനാണ്. ആൽക്കീൻ എക്സാമ്പിൾ ആയിട്ടുള്ള ഈത്തീനാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഈത്തീൻ്റെ മറ്റൊരു പേരാണ് എത്തിലീൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഫോർമുല CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇതൊരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനും എഴുതാം, കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷനും എഴുതാം. ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റൽസും ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്ത് എത്ര sp2 ഓർബിറ്റൽസ് ഉണ്ടാവും? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ട് അല്ലേ? അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിലൊരു ഇലക്ട്രോണും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് sp2 ഹൈബ്രിഡൈസേഷനിൽ കണ്ട BCl3യുടെ കേസിൽ നമ്മൾ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ആ p ഓർബിറ്റലിൽ ആ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതിരുന്ന അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അതൊരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലാണ്. അപ്പോൾ അത് ഈ ബോണ്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഇവിടെ പരിഗണിക്കണം. In the excited state, carbon atom has 4 unpaired electrons in the valence shell. In the formation of ethylene, each carbon atoms undergo sp2 hybridization, leaving one of the 2p orbitals in the unhybridized state. അതായത് ഇവിടെ എഥിലീനിൽ 2 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? ആ 2 കാർബൺ ആറ്റംസും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ നടന്നാൽ നമുക്കറിയാം 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതിന് പുറമെ എന്തുകൂടി ഉണ്ട്? ഒരു 2p ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2p ഓർബിറ്റൽ ഈ 2 കാർബണിലും ഉണ്ട്. അപ്പം ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ബോണ്ട് ഫോം ചെയ്യുമെന്ന് നോക്കാം. ഇത് ആദ്യത്തെ കാർബണിൻ്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഇത് സെക്കൻഡ് കാർബണിൻ്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഇനി എന്താ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് കാർബണിൻ്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും സെക്കൻഡ് കാർബണിൻ്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിൽ ആക്സിയൽ ഓവർലാപ്പ് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് നടത്തി ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഈത്തൈൻ്റെ ഹൈബ്രിഡൈസേഷനിൽ കണ്ടിരുന്നു അല്ലേ? 2 കാർബൺ ആറ്റത്തിൻ്റെയും sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാവണം. അതേപോലെ ഇവിടെ 2 കാർബണിൻ്റെയും sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തി എന്തുണ്ടാവും? ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാവും. ഈ 2 കാർബണിൻ്റെ അടുത്തും എന്തുണ്ട്? 2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ബാക്കിയുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ? ഓരോ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടുകൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇതോടെ നമ്മുടെ സ്ട്രക്ചർ തീർന്നിട്ടില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരാളോട് ബാക്കിയുണ്ട്. അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലുണ്ട് ഈ 2 കാർബണിനും അല്ലേ? അവരെന്ത് ചെയ്യുന്നറിയോ? ലാറ്ററൽ ഓവർലാപ്പ് അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും 2 p ഓർബിറ്റലും. അങ്ങനെ ഒരു പൈ ബോണ്ട് കൂടി ഈ CH2 ഡബിൾ ബോണ്ട് CH2ലുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതായിരുന്നു ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് സിഗ്മ ബോണ്ടും ഒരു ബോണ്ട് പൈ ബോണ്ടും ആണെന്ന്. അതെങ്ങനെ ഫോം ചെയ്തതെന്നാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കുന്നത് 2 കാർബണിലെയും sp2 ഓർബിറ്റൽസ് തമ്മിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് നടന്നപ്പോഴാണ് എന്തുണ്ടായത്? സിഗ്മ ബോണ്ട് ഉണ്ടായത്. പൈ ബോണ്ട് എങ്ങനെ ഉണ്ടായത്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓരോ p ഓർബിറ്റലുകൾ നമ്മൾ 2 കാർബണിൻ്റെ അടുത്തുണ്ട്. അതാണ് നമ്മൾ ആ p ഓർബിറ്റലിൻ്റെ ഷേപ്പ് അതേപോലെ വരച്ചത്. ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഷേപ്പല്ല, p ഓർബിറ്റലായിട്ട് തന്നെ നമ്മൾ വരച്ചു. കാരണം അവർ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനത്തെ 2 p ഓർബിറ്റലുകളും 2 കാർബണിലുള്ള ആളുകൾ പരസ്പരം സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുക വഴിയാണ് പൈ ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാൻ വേണ്ടി കുറച്ചും കൂടി ഭംഗിയുള്ളൊരു ചിത്രം ഇത് നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. കണ്ടില്ലേ? 2 കാർബണിലും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ ഓരോ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്തൊരു സിഗ്മ ബോണ്ട് ഉണ്ടായി. പിന്നെ ബാക്കിയുള്ള 2 പേര് എന്ത് ചെയ്തു? ഹൈഡ്രജൻ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. പിന്നെ അവിടെ ഉള്ളത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റലാണ് 2 ആളുടെ അടുത്തുള്ളത്. അവർ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തി പൈ ബോണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ അല്ലേ? ഡബിൾ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ബോത്ത് സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ആ സെൻറ്റൻസുകൾ. ഔട്ട് ഓഫ് ദി 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 1 sp2 hybridal orbital of each carbon atom overlaps to form a carbon-carbon sigma bond. 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഓരോന്ന് പരസ്പരം ഓവർലാപ്പ് ചെയ്തൊരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാക്കി.
Two hybrid orbitals of each carbon atom overlap with 1s orbitals of two hydrogen atoms to form carbon-hydrogen sigma bonds. ബാക്കി രണ്ട് കാർബണിലും ഈ രണ്ട് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അവരെന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുകളുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. Now, each carbon atom has one unhybridized p orbital which overlaps laterally to form a pi bond. Pi bond ഉണ്ടായ കഥയാണ് നമ്മൾ പിന്നീട് പറയുന്നത്. ഓരോ കാർബൺ ആറ്റത്തിലും ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ട്. അവർ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തി പൈ ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു അല്ലേ? PCl3 അതേപോലെ എത്തിലീനും. ഇനി നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ നോക്കാം. sp ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന ഫസ്റ്റ് മോളിക്യൂളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെറീലിയം ഫ്ലൂറൈഡ് ആണ്, BeF2. ആദ്യം നമുക്ക് ബെറീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ബെറീലിയം ആറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. ഇനി നമുക്കറിയാം ബെറീലിയത്തിന് രണ്ട് ഫ്ലൂറിൻ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണം. അതായത് രണ്ട് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇവിടെ ആവശ്യമാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ പോലും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ 2s ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് 2p ഓർബിറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് രണ്ട് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കിട്ടും. അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ബെറിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ കിട്ടും: 1s2 2s1 2p1. അപ്പോൾ ഈ ഒരു 2s ഓർബിറ്റലും ഒരു 2p ഓർബിറ്റലും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് നമുക്ക് രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഈ രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ച് ബെറീലിയം എങ്ങനെയാണ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് റിപ്പൽഷൻ കുറയ്ക്കാനായിട്ട് പരമാവധി ദൂരെ നിൽക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ജോമെട്രിയാണ് കിട്ടുക? ലീനിയർ അല്ലേ? ലീനിയർ ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. PSCPR തിയറിയിൽ നമ്മൾ കണ്ടതാണ്. രണ്ട് ബോണ്ട് പെയർസ് ഉണ്ടെങ്കിൽ ലീനിയർ ഷേപ്പാണ് അത്തരം മോളിക്യൂൾസിന് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ലീനിയർ ഷേപ്പിലൊന്ന് വരയ്ക്കാം. ഇതാണ് ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇനി നമുക്ക് സെക്കൻഡ് sp ഹൈബ്രിഡ് ഓർബിറ്റൽ വരയ്ക്കാം. ഇതാ ഇങ്ങനെ വരയ്ക്കുമ്പോൾ രണ്ടാമത്തെ sp ഹൈബ്രിഡ് ഓർബിറ്റലും ആയി അല്ലേ? ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ഓരോ sp ഹൈബ്രിഡ് ഓർബിറ്റൽസും ഫ്ലൂറിൻ്റെ ഓരോ p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഫ്ലൂറിൻ്റെ ആറ്റമിക് നമ്പർ 9 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5. അപ്പോൾ ഒരു p ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണ്. ആ 2p ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2p ഓർബിറ്റലുമായിട്ടാണ് നമ്മുടെ ഈ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസും രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങളുടെ 2p ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇതാണ് ഒരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 2p ഓർബിറ്റൽ. ഇത് സെക്കൻഡ് ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ 2p ഓർബിറ്റൽ. കണ്ടോ? അപ്പോൾ ഇത് BeF2 ആയി. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അതിനെ വരയ്ക്കാം, BeF2. ഓക്കെ. അപ്പോൾ ഇതിനി സെൻറ്റൻസ് ആയിട്ടൊന്ന് എഴുതുന്നത് നോക്കൂ. ഈച്ച് ഓഫ് ദി sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് overlaps with the 2p orbitals of fluorine to form 2 BeF bonds. ബെറിലിയത്തിൻ്റെ ഓരോ sp ഹൈബ്രിഡ് ഓർബിറ്റലും ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് രണ്ട് ബെറീലിയം ഫ്ലൂറിൻ ബോണ്ട്സ് ഉണ്ടാക്കുന്നു. സോ ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഇസ് ലീനിയർ വിത്ത് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. sp ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന മറ്റൊരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈതൈൻ അല്ലെങ്കിൽ അസറ്റിലിൻ. ഈതൈൻ അല്ലെങ്കിൽ അസറ്റിലിൻ നമ്മുടെ ആൽക്കൈനിൽ പെട്ടതാണ് അല്ലേ? ഫോർമുല C2H2. അപ്പോൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എഴുതാം. 1s2 2s2 2p2. എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുമ്പോൾ 1s2 2s1 2p3. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് ഒരു s ഓർബിറ്റിലും ഒരു p ഓർബിറ്റിലും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് രണ്ട് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ഇനി അത് മാത്രമല്ല, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ രണ്ട് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ആ രണ്ട് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആണ് അല്ലേ? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അതിലുണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട BeF2ലും ഇതുപോലെ ഒരു p ഓർബിറ്റിൽ മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തുള്ളൂ. രണ്ട് p ഓർബിറ്റൽസ് അൺഹൈബ്രിഡൈസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. കാരണം എന്താണ്? അത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള p ഓർബിറ്റൽസ് അല്ലായിരുന്നു. അതിൽ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവരെ പറ്റി ഒന്നും പറയാഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസിന് ഈ ഈതൈൻ്റെ സ്ട്രക്ചറിൽ വലിയൊരു റോളുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഈതൈൻ്റെ സ്ട്രക്ചറിലേക്ക് കിടക്കാം.
ഇവിടെ 2 കാർബൺ ആറ്റങ്ങൾക്കും 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഒന്ന് ഇതാണ്, ഇത് രണ്ടാമത്തത്. ഇത് സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് രണ്ടാമത്തെ sp ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇതിൽ ആദ്യം നമ്മൾ ഇതുവരെ ഓർഗാനിക് കോമ്പൗണ്ട്സിലൊക്കെ കണ്ട പോലെ എന്ത് ചെയ്യും, ഒരു കാർബണിൻ്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽ സെക്കൻഡ് കാർബണിൻ്റെ sp ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പ് ചെയ്ത് ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ കാർബൺ കാർബൺ ബോണ്ട് എങ്ങനെ ഉണ്ടായി നമുക്ക് മനസ്സിലായി. ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 2 കാർബണിൻ്റെ അടുത്തും ഓരോ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് കൂടി ബാക്കിയുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റൽസുമായിട്ട് 2 പേരും ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നു. കഴിഞ്ഞോ? ഇതതിൻ്റെ സ്ട്രക്ചർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇനി അവിടെ ആരാ ബാക്കിയുള്ളത്? 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഉണ്ട്. ഹൈബ്രിഡൈസേഷനിലൊന്നും പങ്കെടുക്കാത്ത 2 p ഓർബിറ്റൽസ് അവിടെ ബാക്കിയുണ്ട്. അവരെന്ത് ചെയ്യും എന്നറിയോ? അവർ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. ഒരു കാർബൺ ആറ്റത്തിൻ്റെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ സെക്കൻഡ് കാർബണിൻ്റെ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അത് ഒരു പൈ ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ രണ്ടാമത്തെ ഒരു p ഓർബിറ്റലും സെക്കൻഡ് കാർബണിൻ്റെ p ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലുമായിട്ട് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തി രണ്ടാമത്തെ പൈ ബോണ്ടും അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ അസറ്റിലിൽ നമുക്ക് കാണാൻ സാധിക്കും ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. ആ ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മ ബോണ്ടും 2 എണ്ണം പൈ ബോണ്ടുമാണ്. അപ്പോൾ സിഗ്മ ബോണ്ട് ഉണ്ടായത് 2 കാർബൺ ആറ്റത്തിലെയും sp ഓർബിറ്റൽസ് പരസ്പരം എൻഡ് ടു എൻഡ് ഓവർലാപ്പ് നടത്തിയതുകൊണ്ടാണ്. പൈ ബോണ്ട് എങ്ങനെയുണ്ടായത്? അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽസ് 2 എണ്ണം 2 കാർബൺസിലും ഉണ്ട്. അവർ തമ്മിൽ പരസ്പരം സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തുന്നു. അതുകൊണ്ട് 2 പൈ ബോണ്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇത് മറക്കരുത്, നമ്മൾ പഠിച്ച കാര്യമാണ്. ട്രിപ്പിൾ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് 1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്ട്രക്ചർ ഇതായെന്ന് എഴുതാൻ അല്ലേ? ഇതിലൊരെണ്ണം സിഗ്മ ബോണ്ടും 2 എണ്ണം പൈ ബോണ്ടുമാണ്. അപ്പോൾ ഇതോടെ sp ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു കേട്ടോ. എന്നാൽ ഇനി നമുക്ക് PCl5ൻ്റെ സ്ട്രക്ചർ ഹൈബ്രിഡൈസേഷൻ വെച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നും കൂടി നോക്കാം. PCl5ൽ എന്ത് ഹൈബ്രിഡൈസേഷനുള്ളത്? നമ്മൾ എളുപ്പവഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ആറ്റംസ് അറ്റാച്ച് ടു ദ സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഓൺ ദ സെൻട്രൽ ആറ്റം. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. സെൻട്രൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആറ്റമുകളുടെ എണ്ണം 5 ആണ്, ലോൺ പെയേഴ്സ് ഇല്ല. അപ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ടോട്ടൽ നമ്പർ 5 കിട്ടിയാൽ sp3d ഹൈബ്രിഡൈസേഷനാണ്. sp3d ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് ഈ PCl5ൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫോസ്ഫറസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. ഫോസ്ഫറസിൻ്റെ ആറ്റോമിക് നമ്പർ 15. അപ്പോൾ 1s2 2s2 2p6 3s2 3p3 എന്ന് വരും. അപ്പോൾ ഇതിൽ വാലൻസ് ഷെല്ല് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. 3s2 3p3. അടുത്ത സബ് ഷെല്ല് അവിടെ വേക്കൻ്റ് ആണ്, അതവിടെ വരച്ച് വെച്ചിട്ടുണ്ട് 3d. അപ്പോൾ ഇവിടെ ഉള്ളത് 3 ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽസ് ആണ് അല്ലേ? പക്ഷേ ഫോസ്ഫറസിന് 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യേണ്ടതുണ്ട്. അതായത് 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആവശ്യമാണ്. അപ്പോൾ 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോസ്ഫറസിൻ്റെ പെയർഡായിട്ട് കിടക്കുന്ന 3sൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് 3d സബ്ഷെല്ലിലേക്ക് പോകുന്നു. ഇപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഫോസ്ഫറസിൻ്റെ 3s1 3p3 3d1. ഇപ്പോൾ നമുക്കിവിടെ 5 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ? ഇതിലെ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും 1 d ഓർബിറ്റലും ഹൈബ്രിഡൈസ് ചെയ്ത് sp3d ഹൈബ്രിഡൈസേഷൻ അവിടെ നടക്കുന്നു. നമ്മൾ പറഞ്ഞു PCl5ൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണത്? ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും 1 d ഓർബിറ്റലും കൂടി ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു s 3 p 1 d, അതായത് 1 + 3 + 1. അപ്പോൾ എത്ര ഉണ്ട്? 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും അല്ലേ? 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. അപ്പോൾ 5 ഓർബിറ്റൽസ് വരികയാണെങ്കിൽ റിപ്പൽഷൻ കുറയ്ക്കുന്ന രീതിയിൽ അവർ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക? BSc-PR തിയറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. 5 sp3d ഓർബിറ്റൽസ് ഉണ്ടാകുമ്പോൾ ട്രൈഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചറാണ്. ബോണ്ട് ആംഗിൾസ് 120 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇവിടെ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കാണിക്കുന്ന ചിത്രം ഞാൻ വരച്ചിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ടത് ഇങ്ങനത്തെ ഒരു ചിത്രമാണ്. എന്നാലും നമുക്ക് പറയാം ഫോസ്ഫറസിൻ്റെ ഈ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു? ക്ലോറിൻ്റെ p ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള p ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ 5 ബോണ്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 5 ബോണ്ടുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഈ സ്ട്രക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 3 ബോണ്ടുകൾ ഒരേ പ്ലെയിനിലാണ് അല്ലേ?
3 PCl bonds lie in one plane. അവരുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അവർ പരസ്പരം ഉണ്ടാക്കുന്ന ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. ആ 3 ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ബോണ്ട്സ്. എന്താ വിളിക്കുക? ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ഇനി നോക്കൂ, ഈ ഒരു PCl ബോണ്ട് ഈ പ്ലെയിനിന് മുകളിലും ഒരു PCl ബോണ്ട് ഈ പ്ലെയിനിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പിക്ചർ കണ്ടാൽ നമുക്ക് സ്ട്രക്ചർ അത്ര എളുപ്പം പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3D ഇഫക്റ്റുള്ള ഈ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നത്. ഈ 3 PCl ബോണ്ട്സിൻ്റെ മുകളിലായിട്ട് ഒരേ പ്ലെയിനിൽ കിടക്കുന്ന ഇക്വറ്റോറിയൽ ബോണ്ട്സിൻ്റെ മുകളിലായിട്ടൊരു ബോണ്ടുണ്ട്, അതേപോലെ താഴത്തേക്കും ഒരു ബോണ്ടുണ്ട്. അങ്ങനെയല്ല ഈ 2 ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ബോണ്ട്സ്. അപ്പോൾ 2 തരം ബോണ്ടുകൾ നമ്മൾ കണ്ടു, ഇക്വറ്റോറിയൽ ബോണ്ട്സും ആക്സിയൽ ബോണ്ട്സും കേട്ടോ. ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഇനി നോക്കൂ, ആക്സിയൽ ബോണ്ട്സും ഇക്വറ്റോറിയൽ ബോണ്ട്സിൻ്റെയും ഇടയിലുള്ള ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി ഒരു പ്രത്യേകത നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ആക്സിയൽ ബോണ്ട്സിന് ഈ ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സിൽ നിന്ന് വളരെയധികം റിപ്പൽഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്സിയൽ ബോണ്ട്സിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ 3 ഇക്വറ്റോറിയൽ ബോണ്ട്സ് ഉള്ളതുകൊണ്ട് ആ ആക്സിയൽ ബോണ്ട്സ് സഫേഴ്സ് റിപ്പൽഷൻ ഫ്രം ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിപ്പൽഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആക്സിയൽ ബോണ്ട് ലെങ്ത്ത് ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനേക്കാൾ കുറച്ച് കൂടുതലാണ്. എല്ലാ ബോണ്ട് ലെങ്ത്തും ഒരുപോലെയല്ല. ആക്സിയൽ ബോണ്ട് ലെങ്ത്ത് ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനേക്കാൾ കുറച്ചും കൂടി നീളം കൂടുതലാണ്. ഈ റിപ്പൽഷൻ കാരണം ഇവർ ബോണ്ട് ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. ഈ ആക്സിയൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്ത് പോകാവുന്നൊരു ബോണ്ടാണ്. അതായത് എളുപ്പം അത് മുറിഞ്ഞു പോകും. മുറിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഈ 2 CL പോയാൽ പിന്നെ ബാക്കി PCl5 എന്താ ഉള്ളത്? PCl3 അല്ലേ? PCl5 മുറിഞ്ഞ് 2 ക്ലോറിൻ പോയാൽ ബാക്കി അവിടെ ഉള്ളത് PCl3 ആണ്. അപ്പോൾ ഈ PCl5 ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അത് എളുപ്പം ഡീകമ്പോസ് ചെയ്ത് PCl3യും Cl2മായി മാറുന്നു. PCl5 ഈസിലി ഡീകമ്പോസസ് ടു PCl3 ആൻഡ് ക്ലോറിൻ ബിക്കോസ് എന്തായതിന് കാരണം പറയുക? ബിക്കോസ് ആക്സിയൽ ബോണ്ട് പെയേഴ്സ് സഫർ മോർ റിപ്പൽഷൻ ഫ്രം ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സ്. ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സിൽ നിന്ന് ഈ ആക്സിയൽ ബോണ്ട് പെയേഴ്സ് ഒരുപാട് റിപ്പൽഷൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ട് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്. ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനേക്കാൾ നീളം കൂടുതലാണ് ആക്സിയൽ ബോണ്ട് ലെങ്ത്തിന്. അതുകൊണ്ട് അവരുടെ സ്ട്രെങ്ത് കുറവാണ്. സോ PCl5 ഈസിലി ഡീകമ്പോസ് ടു PCl3 ആൻഡ് Cl2. ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. PCl5 ഹൈലി അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ PCl5 ഈസിലി ഡീകമ്പോസ് ചെയ്ത് PCl3യും Cl2 ആയി മാറും. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ വരച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.